ഇന്നത്തെ വീഡിയോയിൽ വീട്ടിലുണ്ടായ കുറച്ച് പച്ചക്കറികളുടെയും പഴവർഗ്ഗങ്ങളുടെയൊക്കെ വിളവെടുപ്പാണ് കാണിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് സപ്പോട്ട വിളവെടുക്കാം. അപ്പോൾ ഈ സപ്പോട്ട വെച്ചിട്ട് ഒരു 5 വർഷത്തിന് മേലെയായി. എല്ലാ വർഷവും തന്നെ കായ്ക്കാറുണ്ട്. ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലൊക്കെ നന്നായിട്ട് തന്നെ കായ്ക്കും. ഇതിൻ്റെ ഇടയ്ക്കൊരു ഓഫ് സീസണിൽ കുറച്ച് കായ്കളൊക്കെ ഉണ്ടാകാറുണ്ട്. ആ കായ്കൾക്ക് നല്ല വലിപ്പവും ഉണ്ടാകും. ഇത് പഴുത്ത് തുടങ്ങുമ്പോൾ കിളികളുടെ അണ്ണാനിൻ്റെയും വവ്വാലിൻ്റെയും ഒക്കെ ശല്യമുണ്ട്. അപ്പോൾ ഇത് എല്ലാം കൂടി ഏകദേശം ഒരുമിച്ചൊക്കെ തന്നെ പഴുക്കാറുണ്ട്. വിളഞ്ഞ് പാകമാകുമ്പോഴേക്ക് നമുക്ക് പറിച്ചിട്ട് അകത്ത് വെക്കുകയാണെങ്കിൽ പഴുത്ത് കിട്ടാറുണ്ട്. കിളികളുടെയൊക്കെ പാടുകൊണ്ട കായ്കളൊക്കെ ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ളതൊക്കെ നമ്മൾ പറിക്കാറുള്ളൂ. ഇത് നമുക്ക് അത്ര എളുപ്പം പറിക്കാനായിട്ട് പറ്റില്ല, കാരണം നല്ല കടിക്കുന്ന ഉറുമ്പ് ഇതിൽ കൂട് കൂട്ടിയിട്ടുണ്ട്. സപ്പോട്ടയ്ക്ക് നല്ല മധുരം ആയതുകൊണ്ടാണ് ഉറുമ്പുകൾ ഇങ്ങനെ കൂട് കൂട്ടിയിട്ട് ഇതിൽ തന്നെ ഇങ്ങനെ താമസിക്കുന്നത്. സപ്പോട്ടയെ കുറിച്ച് ഇത്രയൊക്കെ വർണ്ണനയുടെ ആവശ്യമില്ലെന്ന് എനിക്കറിയാം. എല്ലാവരും തന്നെ കഴിച്ചിട്ടുണ്ടാവും. പക്ഷേ എനിക്ക് 3 മിനിറ്റ് ഉണ്ടെങ്കിലേ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിന് ഞാൻ എന്തൊക്കെ വളങ്ങളാണ് ചെയ്യുന്നതെന്നുള്ളത് വീഡിയോയുടെ അവസാനം ഞാൻ കാണിക്കുന്നുണ്ട്. ഇത് വിളവെടുത്തതിന് ശേഷം നമുക്ക് മത്തൻ വിളവെടുക്കാം. മത്തൻ നട്ട രീതിയെക്കുറിച്ചിട്ടും അതിന് ചേർത്ത വളങ്ങളെക്കുറിച്ചിട്ടും ഒക്കെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. എല്ലാവരും അത് കണ്ടു. ഈ ചെടിയിൽ ഇപ്പോൾ 2 കായാണ് പിടിച്ചത്. ബാക്കി പൂക്കളൊക്കെ വന്നെങ്കിലും കുറേയൊക്കെ കൊഴിഞ്ഞും പോയി. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് ഫിഷ് അമിനോ ആസിഡാണ് സ്പ്രേ ചെയ്ത് കൊടുത്തത്. ഫിഷ് അമിനോ ആസിഡ് പൂക്കൾ കൊഴിയാതിരിക്കാനായിട്ട് വളരെ നല്ലതാണ്. പാവലാണ്. പാവലിൽ ആദ്യം ഉണ്ടായ കായ പാകമായി വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഇന്ന് അതും വിളവെടുക്കാം. പാവൽ നടുന്നതിനൊക്കെ കുറിച്ചിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതെല്ലാവരും ഒന്ന് കണ്ടു നോക്കാം. അതിൽ ഞാൻ പാവലിന് ചെയ്ത പോട്ടി മിക്സിനെയൊക്കെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. പിന്നെ നമുക്ക് ഈ കുറേ പൂക്കളും ചെടികളും ഒക്കെയാണുള്ളത്. അപ്പോൾ അതൊക്കെ പിന്നീട് ഒരു വീഡിയോയിൽ കാണിക്കാം. മത്തനിൽ ഇതേപോലെ കുഞ്ഞു കുഞ്ഞു കായൊക്കെ വന്നു കഴിയുമ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ വരുന്ന ശിഖരങ്ങളും കട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള ശിഖരങ്ങൾ വളർന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കായ ഉണങ്ങിപ്പോവും. അങ്ങനെ എനിക്ക് ആദ്യമേ കുറച്ച് കായൊക്കെ ഉണങ്ങി. നല്ല വലിപ്പമുള്ള വലിയൊരു 2-3 തണ്ടുകളിൽ മാത്രമേ മത്തൻ ഉണ്ടാകാറുള്ളൂ. അതിൽ നിന്ന് വരുന്ന ശിഖരങ്ങളിൽ നിന്നൊന്നും മത്തൻ ഉണ്ടായില്ല. അപ്പോൾ അങ്ങനെ വരുന്ന ശിഖരങ്ങൾ വളരാനായിട്ട് അനുവദിക്കുകയാണെങ്കിൽ കായ് പിടുത്തം കുറയും. അപ്പോൾ ഞാനിപ്പോൾ അതങ്ങനെ കട്ട് ചെയ്തൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് എനിക്ക് 1-2 കായൊക്കെ പിടിച്ച് വന്നത്. വീടിൻ്റെ ഫ്രണ്ടിലായതുകൊണ്ട് തന്നെ ഇതിന് നന്നായിട്ട് വളരാനുള്ള സൗകര്യം കുറവാണ്. ഇതിൻ്റെ വളർച്ച പെട്ടെന്ന് തന്നെയാണ്. ഇതുപോലുള്ള ശിഖരങ്ങളൊക്കെ എല്ലാ ദിവസവും തന്നെ ഉണ്ടായി വരും. അപ്പോൾ അങ്ങനെ അത് നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ പിടിക്കുന്ന മത്തനൊക്കെ കായാകാതെ വേഗം തന്നെ ഉണങ്ങിപ്പോവും. അങ്ങനെ 1-2 കായ്കളൊക്കെ ഉണങ്ങി കിടക്കുന്നത് കാണുമ്പോഴാണ് ഞാനിത് ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. അപ്പോൾ ഇതേപോലുള്ള ശിഖരങ്ങൾ നമുക്ക് എടുത്തിട്ട് നമുക്കത് തോരൻ വെച്ചിട്ടൊക്കെ ഉപയോഗിക്കാം. ഇതാണ് ആ ഉണങ്ങിപ്പോകുന്ന കായ്കൾ. അതിൻ്റെ കൂട്ടത്തിലുള്ള ശിഖരം മുറിച്ച് കളയാഞ്ഞതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. പിന്നെ കുറച്ച് വെണ്ടയും പയറും ഒക്കെയാണ് ഉണ്ടായത്. ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ നട്ടിട്ട് എനിക്ക് മത്തൻ ഇങ്ങനെ കിട്ടുന്നത്. അപ്പം അതിൻ്റെ സന്തോഷം എനിക്കുണ്ട്. ബാക്കിയൊക്കെ നമ്മൾ എപ്പോഴും ചെയ്യാറുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷേ ഇത് ആദ്യമായിട്ടാണ് ഒരു മത്തൻ ഇങ്ങനെ ആദ്യമായിട്ടുണ്ടാകുന്നത്. കൂടാതെ ഈ മത്തൻ നട്ട വീഡിയോ 2K വ്യൂസിന് മേളിൽ ഈ ആഴ്ച ഇട്ടിട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ സന്തോഷമുണ്ട്. അതിൽ നിന്നൊക്കെ വന്ന സബ്സ്ക്രൈബേഴ്സിന് ഒരുപാട്. എനിക്ക് 500 സബ്സ്ക്രൈബേഴ്സായി. അപ്പോൾ അതിൻ്റെ സന്തോഷത്തിൽ ഞാനൊരു ഗിവ് അവേ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൽ കമൻറ്റ് ചെയ്യുന്ന എൻ്റെ സബ്സ്ക്രൈബേഴ്സിനാണ് ഗിവ് അവേ കൊടുക്കുന്നത്. ഗിവ് അവേ ആയിട്ട് ഫ്ലവറിങ് പ്ലാന്റ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും വെജിറ്റബിൾ പ്ലാന്റ് തൈകളോ ഒക്കെ ആയിരിക്കും കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ ഈ വീഡിയോയിൽ കമൻറ്റ് ചെയ്യണം. അപ്പോൾ സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കണം, ഈ വീഡിയോയിൽ കമൻറ്റ് ചെയ്യണം. ഇതിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന 5 പേർക്ക് ഗിവ് അവേ ആയിട്ട് എന്തെങ്കിലും പറയുന്ന പ്ലാൻസ് അയച്ചു കൊടുക്കുക എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇതിലെല്ലാവരും കമൻറ്റ് ചെയ്യണം. അപ്പോൾ അത് സെലക്ട് ചെയ്തവരെ ഞാൻ അടുത്ത വീഡിയോയിൽ അറിയിക്കും.